ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയന്ന് സർക്കാർ. അന്വേഷണത്തിന് തടയിടാനുള്ള നീക്കങ്ങളെ നിയമവഴിയിൽ ചേർക്കുകയാണ് ഇ.ഡി. കേസിലെ എഫ്ഐആറും എഫ്ഐഎസും ലഭ്യമാക്കണമെന്ന് ഇ.ഡി. ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ തയ്യാറാണ്. ജിജീഷ്, ഈ അന്വേഷണ ഏജൻസികളെ സർക്കാർ ഭയക്കുകയാണ്. ഈ മടിയിൽ കനമില്ലാത്തവർ എന്തിനാണ് ജിജീഷ് ഇത്ര ഭയത്തോടെ കാര്യങ്ങളെ നേരിടുന്നത്? എന്തായാലും ഇ.ഡി. വിഷയങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രഗി, അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്നു? ഇ.ഡി. വന്നാൽ എന്താണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും എല്ലാം തന്നെ ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത് അതിൽ അവരുടെ പങ്കാളിത്തം തന്നെയാണ്. നേരിട്ടും അല്ലാതെയും എല്ലാം തന്നെയുള്ള ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസ് അട്ടിമറിക്കപ്പെടണം. അതിന് അവരുടെ കീഴിൽ തന്നെയുള്ള അന്വേഷണ ഏജൻസികളിലൂടെ മാത്രമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു നിക്ഷിപ്ത താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ അന്വേഷണത്തിന് എത്തുകയും കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം വിശദമായി ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഇപ്പോൾ ഇതിന് മറഞ്ഞിരിക്കുന്ന ആളുകൾ കൂടി അല്ലെങ്കിൽ ചില സംരക്ഷണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണികൾ കൂടി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇ.ഡിയുടെ അന്വേഷണം തടയണം എന്ന ഒരു നീക്കം തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണ് നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലടക്കം ഇക്കാര്യങ്ങൾ SIT പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ എഫ്ഐആർ ആവശ്യപ്പെട്ടുകൊണ്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ ഇ.ഡി. സമീപിക്കുന്നു. അത് നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ കോടതി വ്യക്തമാക്കിയാൽ ഉണ്ടായ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വാദം നടക്കുന്ന ഘട്ടത്തിൽ ഹർജി അവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ SIT വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ്. എന്നാൽ സാധാരണ കേസുകളിൽ പോലും എഫ്ഐആർ ലഭ്യമാക്കുന്നതാണ് സാധാരണയുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന് വലിയ നിയമക്കുരുക്കുകൾ പോലും ഉണ്ടാകാറില്ല. മാത്രമല്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിന്റെ എഫ്ഐആർ സംഘടിപ്പിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ അന്വേഷണ സംഘത്തിന് വളരെ വിശദമായി നേരിട്ട് കോടതി വഴി നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു പകർപ്പ് തന്നെയാണ് ലഭിക്കേണ്ടത്. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് തന്നെ ലഭിക്കണം. അതനുസരിച്ച് കൂടുതൽ ശക്തമായ നിയമ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ തങ്ങൾക്ക് വേണം എന്ന കാര്യവും അത് SITയിൽ നിന്ന് ലഭ്യമാക്കണം. അതോട് അനുബന്ധിച്ചുള്ള രേഖകൾ കൂടി. നിലവിൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടും ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണ വിവരങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രാഥമികമായ വിലയിരുത്തലുകൾ മൊഴികളെല്ലാം തന്നെ ഉണ്ടാകും. അത് പരിശോധിക്കുമ്പോൾ തന്നെ ഇ.ഡിക്ക് അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിൽ എത്രമാത്രം സാധ്യതകൾ കൂടുതലായി ഉണ്ട് എന്നത് വ്യക്തമാകും. പ്രാഥമിക പരിശോധന നടത്തിയ ഇ.ഡിക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷിക്കാനുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കള്ളപ്പണ പുറത്തേക്ക് വിദേശത്തേക്ക് പണം ഒഴുകാനുള്ള സാധ്യതയും വിദേശത്ത് നിന്ന് പണം എത്താനുള്ള സാധ്യതയും ഈ കേസിലുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളികളുടെ വിൽപ്പന നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇനി പ്രധാനമായും അറിയേണ്ടത് വിദേശത്തുള്ള കണ്ണികൾ ആരെല്ലാമാണ്, ആർക്കാണ് ഈ ഒരു സ്വർണ്ണപ്പാളികൾ എത്തിയിട്ടുള്ളത്, ആരെല്ലാമാണ് പണം കൈമാറ്റം നടത്തിയിട്ടുള്ളത്, അതിൻ്റെ പങ്ക് പറ്റിയവർ ആരെല്ലാം എന്നതെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരണം. അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ ഒരു സാധ്യതകൾ ഏറ്റവും പ്രധാനമായും തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇ.ഡി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഒരു തരത്തിലും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും അടുപ്പിക്കാതിരിക്കാനുള്ള ഒരു തരത്തിലും അടുപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. കാരണം ഈ പ്രാഥമികമായി ഇങ്ങനെ ഒരു വിവരം ലഭിച്ചപ്പോൾ SITയുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇ.ഡി. സമാന്തരമായ ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. മാത്രമല്ല ഇ.ഡി. ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇ.ഡി. ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും ഇവിടെ അന്വേഷിക്കാൻ കഴിയാവുന്ന നിരവധി വിഷയങ്ങളുണ്ട്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അനുബന്ധമായി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ നിരവധി ദുരൂഹതകൾ സാമ്പത്തിക ഇടപാടുകളിലുമുണ്ട്. വിദേശ ഫെമ ലംഘനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കണം എന്നെല്ലാമുള്ള ഒരു വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ED ഇന്റലിജൻസും സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചുകൊണ്ട് FIRഉം FIAസും ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അവിടെയാണ് ഈ അന്വേഷണത്തെ പൂർണ്ണമായും തടയിടുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ നിലവിലെ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തടയാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിയമ വഴിയിൽ തന്നെ നേരിട്ടുകൊണ്ട് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് തങ്ങൾക്ക് FIRന്റെ പകർപ്പ് നൽകിയില്ല? സാധാരണ നിലയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സ്വാഭാവികമായും ലഭിക്കേണ്ട ഒരു രേഖ എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു എന്ന ചോദ്യം ഹൈക്കോടതിക്ക് മുന്നിൽ കൂടി ഉയർത്തുക തന്നെയാണ് ED ചെയ്യുന്നത്.